ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2024 CGL എക്സാമിന് വേണ്ടിയിട്ട് GK എങ്ങനെ പഠിക്കണം, ഓക്കെ, GKയുടെ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, CGL എക്സാമിന് വേണ്ടിയിട്ട് GK എങ്ങനെ പഠിക്കും അല്ലേ? ആ ഒരു സംശയം വരാൻ കാരണം എന്താണ്? ഹ്യൂജ് സിലബസ് ആണ് അല്ലേ? സിലബസ് എന്താണ്? ഹ്യൂജ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്. ഓക്കെ, അപ്പം എങ്ങനെ പഠിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു സ്ലൈഡിലോട്ട് പോവാം. നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? ഡെഫിനറ്റ്ലി വേണം. നമുക്കുള്ളത് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. എത്രയാണ്? 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 2 മാർക്സ്. അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര മാർക്കായി? നമുക്ക് ടോട്ടൽ 50 മാർക്സ് ആയി. ടോട്ടൽ നമുക്ക് എത്ര മാർക്കായി? ടോട്ടൽ നമുക്ക് 50 മാർക്കായി. ഓക്കെ, അപ്പൊ ഈ 50 മാർക്കിന് വേണ്ടിയിട്ട്, ജികെയുടെ 50 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം, അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. ഈ 50 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ജികെയിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്? ഇതാ ഇവിടെ ഞാനൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയണമല്ലോ. ഡെഫിനറ്റ്ലി വേണം. നോക്കാം, ദാ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, സയൻസ്, ജോഗ്രഫി, സ്റ്റാറ്റിക് ജികെ ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതിൽ സയൻസിൽ തന്നെ 3 ടോപ്പിക് വരുന്നുണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഓൾസോ ബയോളജി. ഇനി ഇത് കൂടാതെ നമ്മൾ ടയർ 2 എക്സാമിന്റെ ഒക്കെ ടൈമിൽ നമുക്ക് എന്തുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്? കമ്പ്യൂട്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും, അതായത് 10 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ഈ 10 സബ്ജക്റ്റുകളെ പ്രോപ്പർലി ഏത് ഓർഡറിൽ പഠിക്കും? എങ്ങനെ പഠിച്ചാൽ എക്സാമിന് നമുക്കൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? ഏത് ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം? ഡൗട്ട് ആണല്ലോ. കാരണം 10 സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൽ ഏതാണ് ആദ്യം പഠിക്കേണ്ടത്? ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഡൗട്ട് ആണല്ലോ. നോക്കാം. അപ്പം ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ശരിക്കും നമ്മൾ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എക്സാംസ് നോക്കും. ആ എക്സാംസിന് എങ്ങനെയാണ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. സോ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ, നമുക്ക് 2 വർഷത്തെ അനാലിസിസ് നമ്മൾ നോക്കുവാണെങ്കിൽ, 2022ഉം 2023യും നമ്മൾ നോക്കുവാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഓർഡറിലാണ് ചോദിച്ചിരിക്കുന്നത്: സ്റ്റാറ്റിക് ജികെ, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, കെമിസ്ട്രി, പൊളിറ്റി, എക്കണോമിക്സ്, ബയോളജി, ഫിസിക്സ്. ഈ ഒരു ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഓർഡർ, അതായത് ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ ഏത് ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലായി കാണും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെ നമ്മൾ ഈ ടോപ്പിക്സുകൾ പഠിക്കും? ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് 10 സബ്ജക്റ്റുകൾ പറഞ്ഞല്ലോ, ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ബേസിക് ഐഡിയ നമ്മൾ ക്ലിയർലി പഠിച്ചു വെക്കണം, ക്ലിയർ ആക്കണം, ബേസിക് ഐഡിയാസ്. ഓക്കെ, അപ്പോൾ ബേസിക് ഐഡിയ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടോപ്പിക്സും, ഫോർ എക്സാമ്പിൾ ഏൻഷ്യന്റ് ഡൈനാസ്റ്റി എടുത്താൽ അതിൽ ബുദ്ധിസം എന്താണ്, ജൈനിസം എന്താണ്, ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്ത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകൾ എന്താണ്, ഇത് ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ് ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ ഓൺലൈൻ ഏതെങ്കിലും പെയ്ഡ് കോഴ്സ് ആണെങ്കിൽ അത് കണ്ടുപഠിക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, അതുമല്ലെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ 4 വേസിൽ ഏതെങ്കിലും വേ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. ആ 4 വേസിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന വേയിൽ നിങ്ങൾ ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. ഓക്കെ, ബേസിക് ക്ലിയർ ആക്കുക. ഈ ബേസിക് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട്, അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ബേസിക് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? ബേസിക് മാത്രമേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളൂ? അല്ല, ബേസിക് മാത്രമൊന്നുമല്ല ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് GK പഠിക്കേണ്ടത്, അല്ലെങ്കിൽ GK പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ചൊക്കെ തന്നെയാണോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ചതിൽ നിന്ന് എന്ത് വ്യത്യാസം വരുത്തിയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്, ഈ ഒരു കാര്യം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ 100% ഷുവറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ GK പഠിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണ്? ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുന്നു, അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഏത് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, എന്ത് വേണം? ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കണം,
അതിന് കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ പോയാൽ നമ്മൾ വിചാരിക്കും ആ ഹിസ്റ്ററി ഞാൻ ഏൻഷ്യൻ്റ്, മീഡിയവിയൽ, മോഡേൺ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, തിയറി വൈസ് മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോയാലുണ്ടല്ലോ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ തിയറി പഠിക്കുന്നതിൽ ഉണ്ടാവില്ല. അത് പ്രീവിയസ് ഇയർ ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മാത്രമേ കിട്ടൂ. സോ പറയുന്നു, GK പഠിക്കേണ്ടതിൻ്റെ മെയിൻ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ GK ഏത് സബ്ജക്റ്റ് എടുത്താലും, ഞാൻ സബ്ജക്റ്റിൻ്റെ പേരൊക്കെ ആദ്യം പറഞ്ഞു പഠിക്കണ്ടേ അല്ലേ? അങ്ങനെ നമ്മൾ ഏത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് വാസ്റ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ പെർവേസീവ് ആണ്, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ആണെന്നൊക്കെ പറയാം. വിശാലമാണ്, വ്യാപകമാണ്, ഒരുപാടുണ്ട്. അതിൽ ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ടോപ്പിക്കുകൾ പ്രീവിയസ് ഇയർ ഞാൻ അനാലിസിസ് കണ്ടിട്ട് പറഞ്ഞു, ടോപ്പിക്സിന്റെ പ്രയോറിറ്റി പറഞ്ഞു, എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ പഠിക്കണം അറിയണമല്ലോ. അപ്പം അത് നിങ്ങളെ ക്ലിയർലി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്ലൈഡുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സുകളെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എടുക്കാന്നുണ്ടെങ്കിൽ അവിടുന്ന് നോക്കേണ്ട ടോപ്പിക്സുകൾ ഇൻഡസ് വാലി, വേദിക്, മഹാജനപദ, അങ്ങനെ ഞാൻ ടോപ്പിക്കുകളെല്ലാം കൂടി ഞാനിപ്പോൾ പറയുന്നില്ല, ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡീവിയൽ ഹിസ്റ്ററിയിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട ടോപ്പിക്സ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ മോഡേൺ ഡൈനാസ്റ്റിയെ പറ്റി പറയുന്നുണ്ട്. മോഡേൺ ഡൈനാസ്റ്റിയെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ ഇവിടെ ഇൻക്ലൂഡ് ആണ്. ഇതുപോലെ തന്നെ GKയിൽ പ്രധാനപ്പെട്ട നോക്കേണ്ട ടോപ്പിക്കുകളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ബേസ് കിട്ടി, പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്ത് വായിക്കുന്ന ടൈമിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന എന്താണോ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയാണ് നമുക്ക് GKക്ക് നല്ലൊരു മാർക്ക് നമ്മൾ വീണ്ടും സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത് ഇല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, മിസ്സേ പഠിക്കുന്നുണ്ട് പക്ഷേ എന്താ മറന്നു പോവുക, വീണ്ടും പഠിക്കുന്നു വീണ്ടും മറക്കുന്നു. കാരണം ഇത്രയും കാര്യങ്ങളോട് നമ്മൾ ഓർത്ത് വെക്കണ്ടേ, വർഷങ്ങൾ ഓർത്തിരിക്കണം, ഡേറ്റുകൾ ഓർത്തിരിക്കണം ഇല്ലേ? അതൊക്കെ കുറച്ചുകൂടി നമുക്ക് ഓർത്തിരിക്കാൻ പ്രയാസമാണ്. പക്ഷേ കൃത്യമായിട്ട് റെഗുലർലി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കേ, ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ക്ലിയർലി അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിൽ അത് പറയാൻ പറ്റണം എന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഉറപ്പ് തരുന്നു, എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ റെഗുലർ റിവിഷൻ ചെയ്യാതെ വിട്ടാലോ, നമ്മൾ റിവൈസ് ചെയ്യാതിരുന്നാൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഓപ്ഷനിലുള്ള 4 എണ്ണം നമുക്ക് അറിയാവുന്നതായിരിക്കും, അവിടെ ക്വസ്റ്റ്യനും ആൻസറൂടെ നമുക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകും, ആൻസർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചോ, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ എന്ത് പഠിക്കുന്നു, മൺഡേ ടു ഫ്രൈഡേ എന്ത് പഠിക്കുന്നു ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റർഡേ ആൻഡ് സൺഡേ യൂസ് ചെയ്യുക. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്ത് പഠിക്കുന്നോ ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുക, സാറ്റർഡേ ആൻഡ് സൺഡേ യൂസ് ചെയ്യുക. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ പഠിക്കുന്ന കാര്യങ്ങൾ അത് റിവൈസ് ചെയ്യാൻ ഉറപ്പായിട്ടും സാറ്റർഡേ സൺഡേ യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു ദിവസം ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും റിവൈസ് ചെയ്യുന്ന ഡേറ്റിൽ മാറ്റം വരുത്തരുത്. സാറ്റർഡേ സൺഡേ റിവൈസ് പ്ലസ് മോക്കിന് നിങ്ങൾ യൂസ് ചെയ്തു, അങ്ങനെ തന്നെ പഠിച്ചോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകളുടെയും കൂടെ ടോപ്പിക്സുകൾ ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഞാൻ ടോപ്പിക്സുകൾ ഓരോ സ്ലൈഡിലും കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, ഇല്ലെങ്കിൽ ടോപ്പിക്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. GK എന്ന് പറയുന്നത് വാസ്റ്റ് ആണെന്ന് പറഞ്ഞു, എല്ലാം കൂടി പഠിക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ജോഗ്രഫിയിൽ നിന്ന് നോക്കേണ്ട ടോപ്പിക്സ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. ജോഗ്രഫിയിൽ നിന്ന് നോക്കേണ്ട ടോപ്പിക്സുകളുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് പറയുന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത്, അതുപോലെ പൊളിറ്റിയിൽ നിന്ന് നോക്കുന്ന ടോപ്പിക്സുകൾ ഇവിടെയുണ്ട്. ബയോളജിയിൽ നിന്ന് നോക്കുന്ന ടോപ്പിക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൽ നിന്ന് നോക്കുന്ന ടോപ്പിക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ നിന്ന് നോക്കുന്ന ടോപ്പിക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് CAയിലോട്ട് വരുന്നു അല്ലേ, കറണ്ട് അഫയേഴ്സിലോട്ട് വരുന്നു. ഓക്കെ, ഏറ്റവും വലിയൊരു സംശയമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സ് എത്ര നാളത്തെ പഠിക്കണം? 6 മാസത്തെ പഠിച്ചാൽ മതിയോ? തൊട്ട് മുന്നിലത്തെ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് നോക്കണോ? ഓക്കെ, അത് ക്ലിയർലി പറയുവാണെങ്കിൽ 2023 പഠിക്കണം, 24 പഠിക്കണം.
ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർലി കേട്ടോ. 23 പഠിക്കണം, 24 പഠിക്കണം. ഓക്കെ, ഇനി 2023 എന്ത് ചെയ്യാൻ പാടില്ല? മന്ത്ലി വൈസ് എടുത്ത് പഠിക്കണ്ട, മറന്നുപോകും. 2023 ജനുവരി തൊട്ട് ഡിസംബർ വരെ ഓരോ മാസത്തെയും വായിക്കാൻ നമുക്ക് ടൈം ഉണ്ടോ? നമുക്ക് ജി കെ തന്നെ ഈ 10 സബ്ജക്റ്റ് പഠിക്കണം. ജി കെ മാത്രം പഠിച്ചാൽ മതി നമുക്ക്, അതും പോരാ. ഡെയിലി ഒരു 2 to 3 അവർ ആയിരിക്കും നമുക്ക് ജി കെക്ക് സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവുക. ആ ടൈമിൽ നമുക്കിതെല്ലാം കൂടെ പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ട് പഠിക്കുന്നു. എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. 2023 കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നത് ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് പഠിക്കണത്? 2023 കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണത് ടോപ്പിക് വൈസ് ആയിട്ട്. അപ്പൊ വീണ്ടും ഒരു ഡൗട്ട്, ടോപ്പിക് വൈസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ടോപ്പിക് വൈസ് എന്ന് പറയുമ്പോൾ 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സുകൾ പഠിക്കുന്നു. ഓക്കെ, 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സുകൾ പഠിക്കുന്നു. 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് പഠിക്കുന്നു. ഓക്കെ, 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ പഠിക്കുന്നു. ഓക്കെ, അവാർഡ്സ്, അപ്പോയിൻമെന്റ്സ്, സ്കീംസുകൾ, ദെൻ ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിക്കുന്നു. ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ്. ഓക്കെ, എക്സെട്ര. സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കണം കേട്ടോ, സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ ടോപ്പിക് വൈസ് 2023 കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. 2024 എന്തും പഠിക്കുക, മന്ത്ലി കറണ്ട് അഫയേഴ്സും പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 2024 23 കറണ്ട് അഫയേഴ്സ്, 23 ടോപ്പിക് വൈസും 24 എന്ത് ചെയ്താൽ മതി? 24 ഓരോ മന്ത്ലി വൈസും പഠിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ PDF ഒക്കെ ആണെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, അത് അങ്ങനെ പഠിക്കാം. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം. ഇനി കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ടോപ്പിക്കുകളുടെ ഒരു ലിസ്റ്റ് ഞാനിവിടെ തന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഒരിക്കലും നമ്മൾ 1 ലെയർ ആയിട്ട് പഠിക്കരുത്. ക്വസ്റ്റ്യൻ ആൻസർ ആ ഫോർമാറ്റിൽ പഠിക്കാനേ നിൽക്കരുത്. ബിക്കോസ് റീസെന്റ് എക്സാംസിന്റെ പാറ്റേൺ അനുസരിച്ച് തന്നെ ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറില്ല. ആ ഫാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കണക്റ്റഡ് ഫാക്റ്റുകളായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവാർഡ് വിൻ ചെയ്ത ആളാണ്, പക്ഷെ അയാൾ ചിലപ്പോൾ ഏത് രാജ്യക്കാരനാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതെന്ത് ചെയ്യാം? അത് ഉറപ്പായിട്ടും കണക്റ്റഡ് ഫാക്റ്റുകളിലൂടെ വായിച്ചിട്ടേ കറണ്ട് അഫയേഴ്സ് പഠിക്കാവൂ. അങ്ങനെയാണെങ്കിലേ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ആദ്യത്തെ സ്ലൈഡിൽ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന, നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ബോക്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായി കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻസ് ആണ്. ചില ഷിഫ്റ്റിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, ചില ഷിഫ്റ്റിൽ കുറവായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. മാക്സിമം മാർക്ക് വാങ്ങിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. ഒരാളെക്കാട്ടിൽ കൂടുതൽ നമുക്ക് 1 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഡെഫിനറ്റ്ലി വാങ്ങിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അതാണ് നമ്മുടെ മൈൻഡിൽ വേണ്ടത്. ഏതൊക്കെ ടൈം വായിക്കാൻ കിട്ടുന്നോ, എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നോ, ആ ടൈമിൽ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നോക്കുക. കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിൽ പഠിക്കാതെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കണക്റ്റഡ് ഫാക്ട് കൂടി പഠിക്കുക. ഒരിക്കലും ബൈഹേർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒരു 2 to 3 റൗണ്ടുകളായിട്ട് കറണ്ട് അഫയേഴ്സിനെ വായിച്ച് വിടുക. എക്സാമിന് ഓപ്ഷൻ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. അതും ക്ലിയർ ആണല്ലോ. കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റിൽ വേണം എന്ത് ചെയ്യാൻ? കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. ഇനി തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു റീസെന്റ് എക്സാംസിന്റെ പാറ്റേൺ അനുസരിച്ച് തന്നെ, അല്ലെങ്കിൽ റീസെന്റ് നടന്ന എക്സാംസ് നോക്കുകയാണെങ്കിൽ തന്നെ സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഞാൻ സ്ട്രാറ്റജിക്ക് ഉദ്ദേശിച്ചത് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ലേക്കുകൾ അങ്ങനെയല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് വരും, ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ദെൻ ഒരു സെക്കൻഡ്, നേരത്തെ കറണ്ട് അഫയേഴ്സിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് അറിയാമോ? ഈ കറണ്ട് അഫയേഴ്സിൽ തന്നെ ഇപ്പം റീസെൻ്റ്ലി നടന്ന ഭാരതരത്ന, പത്മ അവാർഡ്സ്, ഫിഫ വേൾഡ് കപ്പ്, ഏഷ്യൻ ഗെയിംസ്, ദെൻ റാം ടെമ്പിൾ ഇനാഗുറേറ്റ് ചെയ്തു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, പുതിയ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ, ദെൻ അതുപോലെ തന്നെ ഗ്രാൻഡ് സ്ലാംസ്, ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ഇവ പഠിച്ചിട്ട് പോയി ഇവയ്ക്കകത്തുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. മനസ്സിലായോ? അപ്പം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളെ കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് അവയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്താൽ ചിലപ്പോൾ ബാക്കി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടും കാര്യമില്ല, ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളെ അങ്ങനെ തന്നെ സെലക്ട് ചെയ്ത്, ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളുണ്ടല്ലോ, ആ ടോപ്പിക്കുകളെ സെലക്ട് ചെയ്ത് എക്സാമിന് മുന്നേ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം പോകാൻ. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു
റീസെന്റ് എക്സാംസിന്റെ പാറ്റേൺ അനുസരിച്ച് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇവിടെയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം വരാം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കാൻ പറഞ്ഞു, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുമോ? ശരിക്കും റിപ്പീറ്റ് ചെയ്യും, ശരിക്കും ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ ഡയറക്റ്റ് അതുപോലെ ആയിരിക്കണം എന്നില്ല, അതുമായിട്ട് ആൻസറിൽ വരുന്ന ഫാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ പിന്നീട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. അതുകൊണ്ട് പഠിക്കുമ്പോൾ വൺ ലൈനർ പഠിക്കാതെ ക്ലിയർലി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വായിച്ച് പഠിക്കാം. ഇതിൽ റീസെൻ്റ് ട്രെൻഡ് അനുസരിച്ച് തന്നെ ആർട്സ് ആൻഡ് കൾച്ചറിൽ ഡാൻസേഴ്സും അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസും അവർക്ക് കിട്ടിയ അവാർഡ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഷഫിളായിട്ട് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പണ്ഡിറ്റ് രവിശങ്കറിനെ പറ്റി പറഞ്ഞു, അയാൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ചോദിക്കാം, അയാൾക്ക് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷം ചോദിക്കാം, ഇനി അയാളുടെ ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, റീസെൻ്റ് ക്വസ്റ്റ്യൻസ് അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ആ വർഷം നടന്ന പല എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു. ഇത് ഹെൽപ്ഫുൾ ആക്കും, നല്ലൊരു മാർക്ക് വാങ്ങിയതിന് സഹായിക്കും. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എങ്ങനെയാണ് GK പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നി കാണും, ഈ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യണം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ ടെക്സ്റ്റ് ബുക്കുകൾ തരുൺ ഗോയലിൻ്റെ ജനറൽ നോളജ് എന്ന് പറയുന്ന NCERT ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ്, തിയറി പഠിക്കാൻ നല്ലൊരു ബുക്കാണ്. അതുപോലെ തന്നെ ലൂസൻ പബ്ലിക്കേഷൻ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ തിയറി സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ 2 ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, എങ്ങനെയാണ് പഠിക്കേണ്ടത്? തിയറി പഠിക്കുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു ആണല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ബുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 ബുക്കിൽ ഏത് ബുക്ക് വേണം, 3 ബുക്കിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ ബുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തോളുക. ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ബുക്കിൻ്റെ ബുക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ബുക്കിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കിലെയും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എക്സ്പ്ലനേഷൻ ഇല്ല. ക്വസ്റ്റ്യൻ ആൻസർ ആ ഫോർമാറ്റിൽ വൺ ലൈനർ ആയിട്ട് പോയിക്കോ. ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു ഫോർമാറ്റിലാണ് എന്തിലുള്ളത്, ബ്ലാക്ക് ബുക്കിൽ GK പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് ഏറ്റവും ബാക്കിലായിട്ട് ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പിനാക്കിളിൻ്റെ ബുക്ക് നോക്കുവാണെങ്കിൽ പിനാക്കിളിലാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഉണ്ട്, ടോപ്പിക് വൈസ് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ. ഓരോ ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സ്പ്ലനേഷൻ പഠിക്കണം, ബിക്കോസ് ചിലപ്പോൾ എക്സ്പ്ലനേഷനുള്ള കാര്യമായിരിക്കും പിന്നീട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ പിനാക്കിളിൽ ഓരോ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ ഓരോ ടോപ്പിക്കിലെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലാക്ക് ബുക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കുറവാണ്. ഇനി നിയോൺ പബ്ലിക്കേഷനിലാണെങ്കിൽ കീ പോയിന്റ്സും ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകളും ഒപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലും ഏതിൽ ആഡഡ് ആണ്, നിയോൺ പബ്ലിക്കേഷൻ്റെ പുസ്തകത്തിൽ ആഡഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ്, നിങ്ങളുടെ പഠിത്തത്തിൽ ഏതാണോ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ടോട്ടലി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെങ്കിലും ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യുന്നു. ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ 4 വഴികളുണ്ട്, അതറിയാലോ. അത് ആദ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ യൂട്യൂബ് ക്ലാസ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പെയ്ഡ് കോഴ്സ് ആണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാണെങ്കിൽ അങ്ങനെ. 4 കേസിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുന്നു. പ്ലസ് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്. സെക്കൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പഠിക്കുന്ന കാര്യങ്ങളെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ വീണ്ടും റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് റിവിഷനെ തന്നെ 3 മെത്തേഡിലാക്കാം. വീക്കിലി റിവൈസ് ചെയ്യുന്നു, മന്ത്ലി റിവൈസ് ചെയ്യുന്നു, ദെൻ എക്സാം ടൈമിൽ വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. സെറ്റ് ആവും, ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം കാർഡിൽ ഓപ്ഷൻ കാണുമ്പോൾ ക്ലിയർ ആക്കാൻ പറ്റും. ഈ ഒരു പക്ഷേ റിവൈസ് ചെയ്യാതെ കുറേ കാര്യങ്ങൾ അങ്ങ് പഠിച്ചു വെക്കുക, മറന്നു പോകും നമ്മൾ. മനുഷ്യരല്ലേ, ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, മറന്നു പോകും നമ്മൾ. അതുകൊണ്ട് തന്നെ റിവിഷൻ വേണം. ഈ റിവൈസ് ചെയ്ത് പോയി എക്സാം ഹോളിൽ ഇരുന്നാൽ വീണ്ടും ഒരു പ്രശ്നം വരും. ഈ ഓപ്ഷനിൽ കാണുന്ന 4 വേർഡ്സുകളുണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചായിട്ടായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വായിച്ച് ഓർമ്മയുണ്ടാവും, കൺഫ്യൂഷനായി ടോട്ടലി അവസാനം അറിയാത്ത ഏതെങ്കിലും കൊണ്ടുവന്ന്
ക്ലിക്ക് ചെയ്യുകയും ചെയ്യും, നമ്മുടെ മാർക്ക് നെഗറ്റീവായി പോവുകയും ചെയ്യും. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം പഠിക്കുന്നു, ഒരുപാട് ടോപ്പിക്ക് പഠിക്കുക എന്നല്ല, മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. സാറ്റർഡേ സൺഡേ റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നെ വെച്ചോ, അങ്ങനെ തന്നെ റിവൈസ് ചെയ്ത് പോവുക. റിവിഷൻ മറക്കല്ലേ, റിവിഷൻ ഈസ് മസ്റ്റ്. റിവിഷൻ എന്താണ്? മസ്റ്റാണ്. ഇനി ഇത് കൂടാതെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 2023 എക്സാംസ് ഉണ്ടല്ലോ. 2023 CGL ഉണ്ട്, CHSL ഉണ്ട്, MDS ഉണ്ട്, സ്റ്റെനോ ഉണ്ട്, CPO ഉണ്ട്, IBയുടെ എക്സാം നടന്നിട്ടുണ്ട്, സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം നടന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ എക്സാംസ് നടന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ എക്സാമിൻ്റെ എല്ലാം GK ക്വസ്റ്റ്യൻസ് ടോട്ടലി ഷഫിൾ ചെയ്ത്, അതായത് ഒരു ഷിഫ്റ്റ് ഒരു ദിവസം 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എക്സാം ആണെങ്കിൽ, കാരണം സ്റ്റെനോ ഒക്കെ വരുമ്പോൾ 50 ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ചെയ്താണെങ്കിൽ അതിലൊരു 100 ക്വസ്റ്റ്യൻസ് ഷഫിളായിട്ട് ചെയ്യാനായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് വൈസ് മിക്സഡ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആവും എന്തെങ്കിലും വായിച്ച് വിട്ടാലും മതി. ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് ഡെയിലി എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കാം. കാരണം പ്രീവിയസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, റീസെൻ്റ് ട്രെൻഡിൽ മാറി ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഡെയിലി നമ്മൾ ഇങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പ് തരുന്നു, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നല്ല മാർക്ക് നമുക്ക് GKന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താ വേണ്ടത്, നോർമലി തിയറി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു 100 ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് ചെയ്തോളാം. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ടോപ്പിക്സുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇപ്പോഴേ തുടങ്ങിക്കോ, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട. ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നമ്മൾ ക്ലിയർലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് ഒരുവിധം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കാരണം ജിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അതിനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം എന്തായി പോകും, പെയിൻറ്റിങ് ആയി പോകും. സോ എന്ത് ചെയ്യുക, ഫ്രം നൗ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ഫൈനലി കൺക്ലൂഡ് ചെയ്ത് പറയാം. PYQs മസ്റ്റായിട്ടും ചെയ്യണം. ഓക്കെ, PYQസിനെ ടോപ്പിക് പ്ലസ് എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 100 ക്വസ്റ്റ്യൻസിനെ ഷഫിളായിട്ടും പ്രാക്ടീസ് ചെയ്യാം. സ്വന്തമായിട്ട് നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് കറണ്ട് അഫേഴ്സ് ഒന്നും ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയില്ല, കാരണം നമുക്ക് അത്രയും സമയം കളയണ്ട. കറണ്ട് അഫേഴ്സ് ഒക്കെ PDF പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അത് ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഇനി എന്ത് ചെയ്യുക, ബാക്കി സബ്ജക്റ്റിൻ്റെയൊക്കെ നമ്മുടെ ഞാൻ പറയില്ലേ ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുന്നതിനൊക്കെ നോട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കും. റെഗുലർ റിവിഷൻ ഈസ് മസ്റ്റ്. ഇനി പറയണ്ടല്ലോ, റിവിഷൻ മസ്റ്റ് ആണ്. അത് വീക്ക്ലി ആവാം, മന്ത്ലി ആവാം, എക്സാം ടൈം അടുപ്പിച്ചിട്ടാവാം. ഓക്കെ, ഇഫ് യു ഹാവ് ഫോർത്ത് പോയിന്റ് നോക്കേ, ഇഫ് യു ഹാവ് മോർ ടൈം ദെൻ യു ക്യാൻ സ്റ്റഡി അതർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൾസോ ഇൻ ഈച്ച് സബ്ജക്ട് ടു മാക്സിമൈസ് യുവർ സ്കോർ. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റിനും കുറച്ചുകൂടി മാക്സിമം സ്കോർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 2 hour ആണ് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 2 to 3 hour വരെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരുന്ന ടൈമിൽ ഒരു 2 to 3 hour നമ്മൾ എന്ത് ചെയ്യുക, GK കൊടുക്കുക. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കുറച്ച് നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം റീസണിങ്ങും കുറേയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ചിലപ്പോൾ നമുക്ക് ടഫായിട്ട് നിൽക്കുന്ന സാധനം GK ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ GK കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്താൽ നല്ലതാണ്. ഒരുപാട് ടൈം കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 2 to 3 hour എന്ത് ചെയ്യുക, GKക്ക് വേണ്ടിയിട്ട് ഡെയിലി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, മറക്കരുത്. ഞാൻ ഈ 100 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഈ 100 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി, ഒരു 60 minute കൊണ്ട് ജസ്റ്റ് വായിച്ച് വിടുക. ഓക്കെ, പിന്നെ ടൈം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ വായിച്ച് വിടുന്നതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. അതിനറിയാത്തത് മാത്രം ഒന്ന് ടിക്ക് ചെയ്തിട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്തോ വെച്ചിട്ട് അത് മാത്രം വീണ്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർലി ചെയ്യുമല്ലോ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് GK പഠിക്കണമെന്ന് ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ ഹാപ്പി ലേണിംഗ് ടു ഓൾ. ഓക്കെ, ബൈ.